ഹായ്, വെൽക്കം ടു അമിയാസ് കിച്ചൻ. ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ള നമ്മുടെ നാടൻ രീതിയിലുള്ളൊരു ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാം. ഇത് ബിഗിനേഴ്സിനായാലും ബാച്ചിലേഴ്സിനായാലും ഒക്കെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സിമ്പിൾ ചിക്കൻ കറിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കുന്നതാണ്. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഉരുളിയാണ് വെച്ച് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഇത് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ കറികളിലൊക്കെ എപ്പോഴും വെളിച്ചെണ്ണ യൂസ് ചെയ്യണമായിരിക്കും ടേസ്റ്റ്. വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം ഓയിൽ എടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സബോള ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 മീഡിയം സൈസിലുള്ള സബോള വളരെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനൊപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ സബോള വഴണ്ടി കിട്ടും. പിന്നെ ഇതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 4 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് സമയം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് വഴണ്ടി കിട്ടും. അപ്പോൾ ഇത് അടച്ചു മൂടി വെച്ചിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ സബോളയും വേപ്പിൻ്റെ ഇലയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സബോളയും പച്ചമുളകും വേപ്പിൻ്റെ ഇലയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 10 അല്ലി വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് അതിൻ്റെ ആ പച്ചമണം മാറണ വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എടുക്കുമ്പോൾ നാടൻ വെളുത്തുള്ളിയും ഇഞ്ചി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഫ്ലേവർ നമുക്ക് നന്നായിട്ട് കിട്ടും. അതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് വഴറ്റിയിട്ട് അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഒരു 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം. മസാലപ്പൊടികളുടെ ആ കുത്തൊക്കെ ഒന്ന് മാറണ വരെ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് പച്ചമുളകിൻ്റെ അതല്ലെങ്കിൽ മുളക് പൊടിയുടെ അളവ് കൂട്ടിയെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ മസാലകളൊക്കെ നന്നായിട്ട് വഴറ്റി അതിൻ്റെ കുത്തുമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടൊരു 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇട്ട് നന്നായിട്ട് തന്നെ ഇത് വഴറ്റണം. പിന്നെ തക്കാളിയൊക്കെ ഈ മസാലയിൽ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കാം. ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മുടെ തക്കാളി അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ മസാല എല്ലാം നന്നായിട്ട് വഴണ്ട് നമ്മുടെ തക്കാളിയൊക്കെ മെൽറ്റായിട്ട് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഈ ചിക്കൻ ഈ മസാലയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് കുറച്ച് സമയം കൂടി ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മളിത് അടച്ചു മൂടി വെച്ചിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ചെറുതായിട്ട് കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1 ടീസ്പൂൺ പെരിഞ്ജീരകം ജസ്റ്റ് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം അടച്ചു മൂടിങ്ങായിട്ട് ഈ ചിക്കനൊന്ന് നന്നായിട്ട് വെന്ത് വരണ വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിത് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ട്. ഈ ചിക്കനൊന്ന് വെന്തോ നോക്കാം. ചിക്കനൊക്കെ ഇപ്പോൾ വേവായിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം തുറന്ന് വെച്ച് കഴിഞ്ഞിട്ട് ചെറിയ തീയിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ആ നെയ്യൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വരും. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ വറ്റി അത്യാവശ്യം നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഈ ചൂടിലിരുന്നതായിട്ട് ഇത് ഒന്നും കൂടി ഒന്ന് വറ്റും.
അപ്പോൾ നമുക്ക് ഈ സ്റ്റേജിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ കറി ഒന്ന് കാച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാൻ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറണ വരെ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 5 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ളത് അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. പിന്നെ നന്നായിട്ട് തന്നെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടൊരു 1/4 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. പക്ഷേ നമ്മൾ വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. അതിന് ശേഷം ഇത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് മൂടി വെച്ചിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കറിയൊക്കെ നല്ല തിക്കായിട്ടുണ്ട്. ഇപ്പം ഇതെല്ലാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്